I'm not wearing a mask because I am standing here. I hope you don't have any problems with that. നിങ്ങളിൽ നിന്ന് ഒത്തിരി ദൂരെയാണ് നിൽക്കുന്നത്, അതുകൊണ്ട് മാസ്ക് ഇട്ടില്ലെങ്കിലും നിങ്ങൾക്ക് പ്രയാസം വരത്തില്ല എന്ന് ഞാൻ കരുതുന്നു. Before I begin, I just want to also remind you of the men's and the women's meeting coming up. ഞാൻ സന്ദേശം തുടങ്ങുന്നതിന് മുമ്പേ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും മീറ്റിംഗ്സ് വരുന്നതിനെ കുറിച്ച് ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. We have all kinds of meetings in the church. സഭയിൽ പല രീതിയിലുള്ള മീറ്റിംഗ്സുകൾ ഉണ്ട്. But I believe this is one of the more important meetings that we plan, that we can have. ഞാൻ ഊന്നി പറയുന്നു, നമ്മൾ പല മീറ്റിംഗ്സ് നടത്തുന്നു. ഇത് അതിൽ വളരെ പ്രധാനമുള്ള ഒരു മീറ്റിംഗ് ആണ് എന്ന് ഞാൻ പറയുന്നു. Especially for the men's meeting, I would just remind you, this is not just a preaching, teaching time. പുരുഷന്മാരുടെ മീറ്റിംഗ്സിൽ ഞാൻ ഊന്നി പറയട്ടെ, ഇത് പ്രസംഗിക്കുന്നതോ പഠിപ്പിക്കുന്നതോ ഒരു സമയമല്ല. സമയം മാത്രമല്ല, what we usually lack as men is that we lack times together. ഞാൻ പറയട്ടെ, നമ്മൾ ഇല്ലാത്ത ഒരു കാര്യം, നമ്മളിൽ കുറവായ കാര്യം പുരുഷന്മാരുടെ നടുവിൽ പ്രത്യേകിച്ചും കാണുന്ന ഒരു കാര്യമാണ് ഒരുമിച്ച് ഇരിക്കുന്ന സമയങ്ങൾ, കൂടി വരുന്ന സമയങ്ങൾ തന്നെ വളരെ കുറവാണ്. സ്ത്രീകൾക്ക് ഒത്തിരി കൂടുതൽ കണ്ടേക്കാം, but men don't meet like too often together. പുരുഷന്മാർ സ്ത്രീകൾ സാധാരണ കൂടി വരുന്നതിന് അത്രയും പുരുഷന്മാർ കൂടി വരുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. And what we are really wanting to do is to actually bring a closeness among the brothers, among the men. നമ്മൾ ആഗ്രഹിക്കുന്നത് പുരുഷന്മാർ സഹോദരങ്ങൾ നടുവിൽ തമ്മിൽ ഒരു അടുപ്പം, ഒരു സമീപ്യം ഉണ്ടാക്കിയെടുക്കണം നമ്മൾ ആഗ്രഹിക്കുന്നു. I would call it a brotherhood that is centered around Christ. ഞാൻ ഇതിനെ ഇങ്ങനെ വിളിക്കുന്നു, ക്രിസ്തുവിനെ കേന്ദ്രീകരിച്ച് ഉളവായി വരുന്ന ഒരു സഹോദര്യം. Men really like to enjoy their time in the clubs, and they have booze parties and all those kind of things. പുരുഷന്മാർ സാധാരണ നമ്മൾ കാണുന്നത് അവർ ക്ലബ്ബുകളിൽ കൂടി വരും, വെള്ളാടി പാർട്ടികളിൽ അവർ കൂടി വരും. But for men to meet and have times centered around Christ is not very common. സാധാരണമായി കാണാത്ത ഒരു കാര്യമാണ് പുരുഷന്മാർ ദൈവ കാര്യങ്ങളിൽ, ദൈവത്തെ ചുറ്റിപ്പറ്റി, കർത്താവിലെ ചുറ്റിപ്പറ്റി ഉള്ള കാര്യങ്ങളിൽ കൂടി വരുന്നത് പുരുഷന്മാരുടെ സംബന്ധിച്ച് അത് കുറച്ചാണ് കാണുന്നത്. What we hope to do is to build relationships among the men. നമ്മൾ ആഗ്രഹിക്കുന്നത് പുരുഷന്മാരുടെ നടുവിൽ ഒരു സഹോദര്യ ബന്ധം പുലർത്തിയെടുക്കണമെന്ന്. You see, many churches, it is all centered around the pastor, but we don't want that to happen here. പല സഭകളിൽ പാസ്റ്റർമാരെ കേന്ദ്രീകരിച്ചാണ് കാര്യങ്ങളെല്ലാം നടക്കുന്നത്. പക്ഷെങ്കിൽ ഈ സഭയിൽ അങ്ങനെ ആകാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. We want to see something more than that happening, when groups of men together are growing because they are building relationships with each other. നമ്മൾ ആഗ്രഹിക്കുന്നത് അതിനേക്കാട്ടിലും ഉപരിയായിട്ട് പുരുഷന്മാർ കൂട്ടമായിട്ട് കൂടി വന്ന് കർത്താവിനെ കേന്ദ്രീകരിച്ച് അവരുടെ സഹോദര ബന്ധങ്ങൾ വളർത്തിയെടുക്കുന്നത് നമ്മൾ കാണണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. ഇത് ചെയ്യുന്നത് ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല. It's far more easy for me to visit your homes and just find out how you are doing and just strengthen you personally. ഈ കൂടി വരുന്നതിനെക്കാട്ടിലും പുരുഷന്മാർ തമ്മിൽ കൂടി വരുന്നതിനെക്കാട്ടിലും എളുപ്പമുള്ള കാര്യം എന്ന് വെച്ചാൽ പാസ്റ്റർമാർ ഞങ്ങളുടെ വീട്ടിൽ വരുകയും നിങ്ങൾ എങ്ങനെയുണ്ട് എന്ന് നമ്മൾ അന്വേഷിക്കുകയും ചെയ്യുന്ന അതാണ് എളുപ്പം. But this is a kind of thing where we actually are learning is difficult, because when we meet together we are forced to share
the things that is not right in our lives. ഇങ്ങനെയുള്ള കൂടിവരവ് വളരെ വ്യത്യസ്തവും വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. എന്തെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള കൂടിവരവിലാണ് നമ്മളുടെ ജീവിതത്തിൽ ശരിയല്ലാതെ പോകുന്ന ചില കാര്യങ്ങൾ നമ്മൾ തുറന്നു പറയാൻ നിർബന്ധിതരാകുന്നത്. It's easy for us to confess our sins before the pastor. നമ്മളുടെ പാപങ്ങൾ പാസ്റ്ററുടെ മുന്നിൽ, നമ്മളുടെ തെറ്റുകുറ്റങ്ങൾ പാസ്റ്ററിന്റെ മുന്നിൽ നമ്മൾ അംഗീകരിക്കുന്നത് നമുക്ക് That's എളുപ്പമാണ്. how this whole thing called in the Catholic Church, I don't know what you call it, എന്തുവാണെന്ന് പേരുണ്ടല്ലോ, കൺഫെഷൻ. മലയാളത്തിൽ എന്താ പറയും, കുംഭസാരം എന്ന് പറഞ്ഞൊരു കാര്യം പൊങ്ങി വന്നത്. But I believe that it has to go much more than that. It is brothers, a few brothers meeting in small groups, maybe 5 or 6. That's all that we want to see happen. And coming together and building each other because they have shared their lives with each other. സഹോദരന്മാർ ഒരുമിച്ച് കൂടി വന്ന് അവർ ഒരു പാസ്റ്ററിനോടോ ഒരാളോട് അവരുടെ ജീവിതം തുറന്നു വെക്കുന്നതിനെക്കാട്ടിലും 4-5 സഹോദരങ്ങൾ ഒരുമിച്ച് കൂടി വന്ന് അവർ തമ്മിൽ അവരുടെ ജീവിതം പങ്കുവെച്ച് അവരുടെ ജീവിതം തുറന്ന് തമ്മിൽ പണിയപ്പെട്ട് ദൈവസന്നിധിയിൽ വളരുന്നതാണ് വളരെ അത്യാവശ്യം. That is what we hope to start through this meeting. In the men's meeting we already started that, but we want to take it further. മെൻസ് മീറ്റിംഗ് കഴിഞ്ഞ പ്രാവശ്യം നടന്നതിൽ കൂടി ഇതാണ് നടന്നത്. ഇത് ഇനിയുള്ള മീറ്റിംഗിൽ കൂടി ഇത് കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. We see that is a very very vital part of church life. എന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സഭാ ജീവിതത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണിത്. All right, so can I begin my message? We will be having your notes been given to you. The men's meeting, the women's meeting is also going to be held here. We'll have the announcements later. Can we move on to the message, please? ഇത് കഴിഞ്ഞിട്ട് മെൻസ് മീറ്റിങ്ങിന് വേണ്ടി പേര് തന്നവർക്ക് ബുക്ക്ലെറ്റ് കൊടുക്കുന്നതായിരിക്കും. വിമൻസ് മീറ്റിങ്ങും വരുന്നു, അതിനെക്കുറിച്ച് പിന്നെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. ഇപ്പം നമുക്ക് സന്ദേശത്തിലോട്ട് പോകാം. Teaching you, sharing with you about on a topic called barriers to a healthy church. ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ഒരു ആരോഗ്യപരമായ സഭയ്ക്ക് വരുന്ന തടസ്സങ്ങൾ ആണ്. I touched on 2 important things. Today is the third one. 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ ഊന്നി പറഞ്ഞു. ഇന്ന് മൂന്നാമത്തെ ദിവസം. And there are so much more. There are so many more barriers. I just don't want to say 3. They can have lots of barriers. I just want to touch on 3 because I just have 3 messages. 3 മാത്രമല്ല തടസ്സങ്ങൾ ഉള്ളത്, ഒത്തിരി ഉണ്ട്. പക്ഷെങ്കിൽ 3 സന്ദേശമേ എൻ്റെ മുന്നിലുള്ളൂ. അതുകൊണ്ട് 3 കാര്യങ്ങൾ ഞാൻ ഊന്നി പറഞ്ഞു എന്ന് മാത്രം. First one, I had spoken to you about the problem that we have inside in the whole world, and that is a racism. We call it different terms that we use. ആദ്യം ഞാൻ പറഞ്ഞത് സഭയ്ക്കുള്ളിൽ മാത്രമല്ല എല്ലായിടത്തും ലോകമെമ്പാടും കാണുന്ന ഒരു കാര്യമാണ് വർഗീയത. ഞാൻ മലയാളത്തിൽ ഒരു സെൻറ്റൻസ് ഉപയോഗിച്ചോട്ടെ, കാരണം എൻ്റെ മലയാളം പോരാന്ന് എല്ലാവരും എനിക്കറിയാം. പക്ഷെങ്കിൽ ഒരു കാര്യം ഞാൻ മലയാളത്തിൽ പറഞ്ഞോട്ടെ. നമ്മൾ സഭയിൽ തന്നെ നമ്മൾ സാധാരണ ഞാൻ കേൾക്കാറുണ്ട് ഉപയോഗിക്കുന്ന ഒരു പദം, കർത്താവേ ജാതികളെ നീ രക്ഷിക്കണം. നമ്മളത് ചിന്തിക്കുമ്പോൾ നമ്മൾ ഓർക്കും നമ്മൾ ഭയങ്കര ആത്മീയമായിട്ട്, പക്ഷെങ്കിൽ അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ വേരിൽ ഒരു വർഗീയത ഉണ്ട്. വർഗീയത എന്ന് പറയാൻ പറ്റത്തില്ല, എത്നിക്കിസം. നമ്മൾ ആ വാക്ക് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഏതാണ്ട് കൂടുതൽ മെച്ചപ്പെട്ടവരാണ് വിശ്വാസികൾ, നമ്മൾ അവർ ജാതികൾ. ചിലവരൊക്കെ ആ ജാതി എന്നുള്ള വാക്ക് ഉപയോഗിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ ടോൺ തന്നെ. കർത്താവേ ജാതികൾ മോഹമൊക്കെ മാറുന്ന കാരണം. ദാറ്റ് ഈസ് എക്സാക്ട്ലി വാട്ട് ഐ എം ട്രൈങ് ടു ടെൽ യു. വി ഹാവ് ദിസ് ഇൻ ദ ചർച്ച്. ഞാൻ പറയട്ടെ, ഈ ഒരു കാര്യം സഭകളുടെ ഉള്ളിലും കാണുന്നുണ്ട്. നമ്മളില്ല എന്ന് പറഞ്ഞേക്കാം, പക്ഷേ ചില സമയത്ത് നമ്മുടെ പ്രാർത്ഥന പോലും ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാ? കർത്താവേ ജാതികളെ രക്ഷിക്കണമേ. അങ്ങനെ ജാതികളെ എന്ന് നമ്മൾ പറയുവാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ വർഗീയത വന്നു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത്. നമ്മൾ ആ വാക്ക് ഉപയോഗിക്കുന്നത് തന്നെ ശരിയല്ല, നല്ല രീതിയിലല്ല നമ്മൾ ഉപയോഗിക്കുന്നത്. It's not right that we use that term. Please let me tell you, this is
really ingrained into us. We don't even know how much of this kind of spirits we contain. നമ്മളുടെ ഉള്ളിൽ അങ്ങ് കേറി അങ്ങ് പതിഞ്ഞിരിക്കുവാണ്. ഇങ്ങനത്തെ എത്ര ആത്മാക്കൾ, ഒരു തരം ആത്മാക്കൾ നമ്മൾ വഹിച്ചുകൊണ്ട് നടക്കുന്ന നമ്മൾ പോലും അറിയുന്നില്ല. See, in America today, there's a big society is falling apart. ഇന്ന് അമേരിക്കയിലൊക്കെ നമ്മൾ കാണുന്നത് അവരുടെ ആ സമൂഹം തന്നെ പൊട്ടി പിളർന്നു പോകുന്നു. Not just because of certain sins. A big issue is coming up in America today. പാപം കാരണം മാത്രമല്ല, വലിയ വേറെ ചില പ്രശ്നങ്ങൾ ഉയർന്നു വരുവാണ്. The blacks and the whites are having big problems. വെളുത്തവരും കറുത്തവരും തമ്മിൽ വളരെ അധികം പ്രശ്നങ്ങൾ പൊങ്ങി വരുന്നു. And it's gone so far that even inside families, their parents are splitting up with children. They have saying, we don't know what is happening. Even families are being torn apart because of the different perspective they have. ഇത് ഈ കാഴ്ചപ്പാട് ഉള്ള കാരണം കുടുംബങ്ങൾക്കകത്ത് പോലും വിള്ളൽ വരുന്നു, ഭയങ്കരമായ പ്രശ്നങ്ങൾ വരുന്നു. മാതാപിതാക്കളും മക്കളും തമ്മിൽ വേറെ വേറെ അഭിപ്രായം വന്നിട്ട് ഇതെങ്ങനെ കൈകാര്യം ചെയ്യണം എന്നറിയാൻ വയ്യാത്ത ഒരു അവസ്ഥ. There's a new theory that is coming up very fast these days. It is, I don't know how many of you even heard of it. It is called critical race theory. അങ്ങനെ തന്നെ പറഞ്ഞാൽ മതി. ഒരു ക്രിട്ടിക്കൽ റേസ് തിയറി, റേസ് തിയറി എന്ന് പറഞ്ഞ ഒരു സംഭവം ഇന്ന് ലോകത്തിൽ പൊങ്ങി വരുന്നുണ്ട്. അമേരിക്കയിൽ, let me tell you what it means, because actually what it means is that people are not saying that we have unequal opportunities. That is different. ഇന്ന് നമ്മൾ ആൾക്കാർക്ക് ഒരേ പോലുള്ള അവസരങ്ങൾ കിട്ടുന്നില്ല എന്നല്ല. Because then it is very easy to address this problem by giving equal opportunities to everyone, isn't it? ഇങ്ങനെ എല്ലാവർക്കും ഒരേപോലുള്ള അവസരം കിട്ടുന്നില്ല എന്ന പ്രശ്നമാണെങ്കിൽ അത് നമുക്ക് കൈകാര്യം ചെയ്യാൻ എളുപ്പമാണ്. എന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരേപോലുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. But what they are saying is this. പക്ഷെങ്കിൽ അവർ പറയുന്നത് ഇതാണ്. It is an inequality of the way people can even achieve, come to a particular place. പറഞ്ഞു വരുന്നത് ഇതാണ്, ആ ഒരു തലത്തിൽ എത്താൻ പോലും പറ്റാതെ ഭിന്നത കാണിക്കുന്ന വിഷയങ്ങൾ വേരോടെ ഉണ്ട് എന്ന്. Blacks are saying in America today, we are not able to even get good education so that we can come at par with others to get proper jobs. ഇന്ന് അമേരിക്കയിൽ ഉള്ള കർത്തവര് വർഗ്ഗക്കാരിങ്ങനെ പറയുവാണ്. അവർ പറയുന്നത്, ഞങ്ങൾക്ക് ഈ ബാക്കിയുള്ളവരുടെ തലത്തിൽ ഞങ്ങൾക്ക് എത്തി വരാൻ പോലും ഞങ്ങൾക്ക് തടസ്സമായിരിക്കുന്നു. It has become so bad that this thing has really destroyed America. And you know what they are saying in the churches today? If your pastor cannot address this, I leave the church. അവര് പറയുന്നത് എങ്ങനെയാണ്, ഈ ഒരു രീതിയിലുള്ള റേസിസം, ആ ഒരു ഭിന്നത കൊണ്ടുവരുന്ന കാര്യങ്ങൾ സഭയിൽ പാസ്റ്റർ ഊന്നി പറയുന്നില്ല, ഈ വിഷയങ്ങളെ പാസ്റ്റർ സംബോധന ചെയ്യുന്നില്ല എങ്കിൽ ഞങ്ങൾ സഭ വിട്ടു പോവുകയാണ്. Because you see, it's not just an issue of feeling superior or inferior. We are now the church. The enemy has brought out something like this. If we don't address this issue, we will have problems inside the church. ഇത് ഉന്നതവും താഴ്ന്ന ആൾക്കാർ എന്നുള്ളതല്ല. പക്ഷെങ്കിൽ ഇന്ന് സഭയിൽ വന്ന പാസ്റ്റർമാർ ഈ കാര്യം ഊന്നി പറയുന്നില്ല എങ്കിൽ ഞങ്ങൾ സഭ വിടുന്നു. So this is almost like you see some pastors saying, this is not there, this is just, we just don't think it is happening, but others are saying it is happening. Big problem. ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചില പാസ്റ്റേഴ്സ് പറയുന്നു, ഇതൊരു വലിയ കാര്യമല്ല, ഇതൊരു വലിയ പ്രശ്നമല്ലാന്നേ, സാരമില്ല. പക്ഷെ ചിലർ ബാക്കിയുള്ളവർ പറഞ്ഞു, ഇല്ല ഇതൊരു പ്രശ്നം തന്നെയാണ്, ഇത് ഊന്നി പറഞ്ഞേ മതിയാവൂ എന്ന്. അങ്ങനെ വിള്ളല് പ്രശ്നങ്ങൾ. My dear friends, we never realize how the enemy can be at work. പിശാച്
എങ്ങനെയൊക്കെ നമ്മളുടെ ഇടയിൽ പ്രവർത്തിക്കാൻ സാധിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നു. Number 2 message I gave you was issues about leadership. രണ്ടാമത് ഞാൻ പറഞ്ഞ സന്ദേശം നേതൃത്വത്തെക്കുറിച്ചായിരുന്നു. It was issues about how we understand how church leadership. സഭ ലീഡർഷിപ്പ് നേതൃത്വത്തെക്കുറിച്ചുള്ള അത് നമ്മളെങ്ങനെ മനസ്സിലാക്കണം, അതെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, അതിൻ്റെ ഇഷ്യൂസ്, അതിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നാണ്. I tried hard to point out to you that one single person is not supposed to be a complete leader of a group. It has to be plurality of leadership. ഞാൻ വളരെ പ്രയാസപ്പെട്ട് തന്നെ നിങ്ങളോട് പറയാൻ ശ്രമിച്ചത് ഇതാണ്: ഒരു വ്യക്തി അല്ല സഭയെ നയിക്കേണ്ടത്, ഒരു വ്യക്തി മാത്രമായിട്ടല്ല, മറിച്ച് ഒരു കൂട്ടം ലീഡേഴ്സ് ഉയർന്നു വന്ന് സഭയെ നയിക്കേണ്ടതായിട്ടുണ്ട് എന്ന്. Let me go so far as to say this much, even though it may hurt you. നിങ്ങളെ വേദനിപ്പിച്ചേക്കാം, പക്ഷെങ്കിൽ ഞാൻ ഇത്രയും വരെ ഞാൻ ഊന്നി പറയട്ടെ. If one elder visits your home, it is as if one of the pastors have visited your home. One of the elders visit your home. നിങ്ങൾ ഒരു മൂപ്പൻ നിങ്ങളുടെ വീട്ടിൽ സന്ദർശനത്തിന് വരുവാണെങ്കിൽ പാസ്റ്റർമാരിൽ ആ കൂട്ടത്തിൽ ഒരാൾ വന്നതായിട്ടായിരിക്കണം കാണേണ്ടത്. As a difference, the elders are also pastors. അതിന് കാരണം ഈ എൽഡേഴ്സ് മൂപ്പന്മാർ എല്ലാവരും പാസ്റ്റേഴ്സ് ആണ്, അവർ പാസ്റ്റർ സേവന ചെയ്യുന്നവരാണ്. You may have difficulty to use that term, but that's what they do. ആ പദം ചിലപ്പോൾ ഉപയോഗിക്കാൻ നമുക്ക് ബുദ്ധിമുട്ട് തോന്നിയേക്കാം, പക്ഷെങ്കിൽ ഈ എൽഡേഴ്സ് മൂപ്പന്മാർ ഈ ഒരു ശുശ്രൂഷ ആണ് ചെയ്യുന്നത്. You may ask then, Pastor, why are you calling yourself a pastor then? അപ്പം നിങ്ങൾ ചോദിച്ചേക്കാം, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ താങ്കൾ സ്വന്തമായിട്ട് പാസ്റ്റർ എന്ന് തന്നെ താൻ വിളിക്കുന്ന എന്തുകൊണ്ട്? I would say it's more out of convenience because I do most of the practical stuff in this place. ഞാൻ പറയുന്നത് അത് പ്രാവർത്തിക തലത്തിൽ കൂടുതൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതും കൊണ്ട് അത് അങ്ങനെ വിളിക്കപ്പെടുന്നു എന്ന് മാത്രം. I am not in charge here. ഞാൻ പറയട്ടെ, ഞാനല്ല ഇവിടെ ഈ സഭയുടെ ഇൻചാർജ്. He is the one on top. He is our leader, my dear friends. നമ്മുടെ സഭയുടെ ഉത്തരവാദിത്തത്തിൽ ഇരിക്കുന്നവൻ യേശു ക്രിസ്തുവാണ്, ഉയരത്തിലുള്ളവനാണ്. You may have all kinds of problems with that when I say this from the pulpit, but it is the truth that we have to aim towards. സഭയിൽ മുന്നിൽ നിന്നുകൊണ്ട്, പുൾപിറ്റിൽ നിന്നുകൊണ്ട് ഞാൻ ഇത് പറയുവാണെങ്കിൽ അത് എളുപ്പമുള്ള കാര്യമല്ല, പ്രയാസങ്ങളുള്ള വാക്കും. പക്ഷെങ്കിൽ ഇതാണ് സത്യം, സത്യം വിളിച്ചു പറഞ്ഞേ മതിയാവും. But I want, more importantly, I want to stress that as leaders, one of our duties is to encourage the church to pray. അത് മാത്രമല്ല, സഭ ലീഡേഴ്സ് എന്ന നിലയിൽ ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഞാൻ ഊന്നി പറയുവാണ്, സഭ പ്രാർത്ഥിക്കാൻ, സഭയെ പ്രേരിപ്പിക്കാൻ. Paul says in 1 Timothy, first of all, 1 തിമോത്തി ലേഖനത്തിൽ പൗലോസ് പറയുന്നത് എല്ലാത്തിനും ഉപരിയായി ആദ്യം തന്നെ. Oh my dear friends, if only we could learn to pray. നമ്മൾ പ്രാർത്ഥിക്കാൻ പഠിച്ചായിരുന്നെങ്കിൽ സഹോദരങ്ങളെ, In our worship times, if only we are praying. നമ്മളുടെ ആരാധന സമയങ്ങളിലൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഉള്ള മനോഭാവത്തിൽ ആണെങ്കിൽ, In our times at home, if only we are praying. നമ്മൾ ഭവനത്തിലുള്ള സമയങ്ങളൊക്കെയും നമ്മൾ പ്രാർത്ഥനയിലായിരിക്കായിരുന്നെങ്കിൽ. I'm not talking about a particular kind of ritual. I'm talking about communing with God. ഞാൻ ഒരു രീതിയിലുള്ള ഒരു തരം ആചാരം, ഒരു ചടങ്ങിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, ദൈവത്തോട് സംസർഗം പുലർത്തുന്നതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. The third message today, barrier to a healthy church. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന മൂന്നാമത്തെ സന്ദേശം, ഒരു ആരോഗ്യപരമായ സഭയ്ക്ക് തടസ്സമാകുന്ന മൂന്നാമത്തെ കാരണം. I would call it like this: it is a lack of personal revelation. ഞാൻ ഇങ്ങനെ അതിൻ്റെ തലക്കെട്ട് വെക്കും, വ്യക്തിപരമായ വെളിപാട് കിട്ടാതെ പോകുന്നു. Lack of personal revelation. വ്യക്തിപരമായി വെളിപാട് പ്രാപിക്കാതെ പോകുന്നു. Let me begin by trying to give you the meaning of the word itself, revelation. ആ വെളിപാട് എന്ന് പറയുന്ന വാക്കിന് അർത്ഥം
പറഞ്ഞ് ഞാൻ തുടങ്ങാം. In the Bible, not in the general sense. ഞാൻ പൊതു രീതിയിലല്ല പറയുന്നത്, ഞാൻ വേദപുസ്തകത്തെ കേന്ദ്രീകരിച്ച് പറയുന്നത്. It's very important to know because we have all kinds of pictures when we hear the word revelation. എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ അറിയേണ്ട വളരെ പ്രാധാന്യമുള്ള കാര്യം എന്ന് വെച്ചാൽ വെളിപാടെന്ന വാക്ക് നമ്മൾ കേൾക്കുമ്പം പല രീതിയിലുള്ള ചിന്ത നമ്മളുടെ മനസ്സിൽ Some വരും. people think of the book of Revelation in the Bible. വെളിപാട് എന്ന് കേൾക്കുന്ന ഉടനെ ആദ്യം ചിലർ ചിന്തിക്കുന്നത് എന്തുവാ, വേദപുസ്തകത്തിലുള്ള വെളിപാട് പുസ്തകം. Another person will think about Paul going to the third heavens and he getting revelation. വേറൊരു വ്യക്തി വെളിപാടെന്ന് പറയുമ്പോൾ കേൾക്കുന്ന പൗലോസ് മൂന്നാം സ്വർഗത്തിൽ പോയി ചില വെളിപാട് പ്രാപിക്കുന്നു എന്ന് ചിന്തിക്കും. Some others will think of dreams and visions. മറ്റു ചിലര് വെളിപാടെന്ന് പറയുമ്പോൾ ചിന്തിക്കുന്ന എന്തുവാ, സ്വപ്നങ്ങള്, ദർശനങ്ങള്. What is the root meaning? What is the Greek word that is being used? It is a word called apocalypsis. ഈ ഗ്രീക്ക് ഭാഷയില് വെളിപാടെന്ന് പറയുമ്പോൾ അപ്പോകാലിപ്സിസ് എന്ന് പറഞ്ഞ ഒരു വാക്കാണ് It's a word that so something is being unveiled, something is being uncovered. അത് കാണിക്കുന്ന അതിന്റെ അർത്ഥം ഇതാണ്, ചില കാര്യങ്ങളെ തുറന്ന് കാണിക്കുക, ചില മറകൾ മാറ്റി കാണിക്കുക. And there very importantly we should see two ways it is mentioned in the scriptures. നമ്മൾ മനസ്സിലാക്കണം, വേദപുസ്തകത്തിൽ രണ്ട് രീതിയിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. Very important to understand this. വളരെ പ്രാധാന്യമുള്ള കാര്യമാണ് ഇത് Because മനസ്സിലാക്കിയത്. one way is unrevealing or revealing something that was hidden till now. ഒരു രീതിയിൽ പറയുക, നമ്മളോട് വേദപുസ്തകത്തിൽ പറയുന്നത് ഇതുവരെ മറച്ചു വെച്ചിരിക്കുന്ന ചില കാര്യങ്ങളെ തുറന്നു കാണിക്കുക. For instance, it says in Romans, the glory that is going to be revealed in the future. റോമാലേഖനത്തിൽ പറയുന്നത് പോലെ ഭാവിയിൽ വെളിപ്പെടാൻ പോകുന്ന മഹത്വം. For instance, it says in 1 Thessalonians about the man of lawlessness who will be revealed in the future. ഒന്ന് തെസ്സലോനിയൻസിൽ പറയുന്നത് അധർമ്മമൂർത്തി വെളിപ്പെടും എന്ന്, ഭാവിയിൽ വെളിപ്പെടാൻ പോകുന്നു. The Bible talks about certain mysteries being revealed. വേദപുസ്തകത്തിൽ പറയുന്ന ചില മർമ്മങ്ങള് അത് വെളിപ്പെടുത്തി കാണിക്കുക, തുറന്നു കാണിക്കുന്നു. So these are all things, the truths that God reveals from time to time. ഇതൊക്കെ സമയാസമയം ദൈവം തുറന്നു കാണിക്കുന്ന ചില സത്യങ്ങള്. And it's all in the scriptures. ഇതെല്ലാം ദൈവവചനത്തിനകത്തുള്ളതാണ്. Every revelation is rooted in scripture, my dear friends. എല്ലാ സുഹൃത്തുക്കളെ, എല്ലാ വെളിപാടും വേദപുസ്തകത്തിൽ വേരൂന്നിയതാണ്. We can't have some strange revelation about something and say God told me like this. വേദപുസ്തകത്തിൽ ഇല്ലാത്ത ചില കാര്യങ്ങൾ, വിചിത്രമായ ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് ദൈവമായി ഇത് കാണിച്ചത് ഇതെനിക്ക് വെളിപാടായി കിട്ടി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. I saw a revelation today that God showed me Gabriel has 10 heads. ഞാൻ ഇന്നൊരു വെളിപാട് പറയാൻ ആഗ്രഹിക്കുന്നു, ഞാൻ ഇത് കണ്ടതാണ്, ദൈവം എന്നോട് പറഞ്ഞു ഗബ്രിയേലിന് 10 തലയുണ്ട് എന്ന്. I saw another revelation about the throne, and I saw there on the throne there was a diamond, and there was this and there was that. ഞാൻ ഒരു വെളിപാട് പറയാൻ പോവാണ്, ഞാനൊരു കാര്യം കണ്ടു, ഞാൻ സിംഹാസനം കണ്ടു, അതിന്റെ മേളിൽ ഒരു വജ്രം ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. And the shape was like this and the shape was like that, and we can have all kinds of revelations, my dear അതിന്റെ friends. ആകൃതി ഇങ്ങനെയായിരുന്നു, അങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞ് പല രീതിയിലുള്ള വെളിപാടുകൾ എന്ന് പറഞ്ഞ് നമുക്ക് വിളിച്ചു പറയാം. And I saw you standing heads up, heads down and legs up in that place there. നിങ്ങൾ അവിടെ തലയും കുത്തി കാലും മേളിലായിട്ട് നിൽക്കുന്നത് ഞാൻ കണ്ടു എന്ന് പറയാം. You can have all kinds of revelations. ഇങ്ങനെ പല രീതിയിലുള്ള വെളിപാടുകൾ വിളിച്ചു പറയാം. But you see, I'm talking about revelations that is there in the scriptures with God unveils, uncovers. പക്ഷേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഇതാണ്, ദൈവവചനത്തിലുള്ള വെളിപാടുകള് ദൈവം സമയാസമയം തുറന്ന് കാണിക്കുന്നു. That's on one side. അതൊരു വശത്ത്. The other side, this word revelation is also, you have to see it like this. മറുവശത്ത് വെളിപാട് എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം, ഇങ്ങനെയാണ് വചനത്തിൽ പറഞ്ഞേക്കുന്നത്. It is an opening up of our minds to the things of God. ദൈവത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മളുടെ മനസ്സിനെ തന്നെ ദൈവം തുറന്നു തരുന്നത്.
It is light coming into our souls. അത് നമ്മളുടെ ദേഹിക്കുള്ളിലോട്ട് വെളിച്ചം കയറി It is an awakening of something inside. നമ്മളുടെ ഉള്ളിൽ ചിലത് ഉണർത്തപ്പെടുന്നത്, Some light coming into us. നമ്മളുടെ ഉള്ളിലേക്ക് വെളിച്ചം പ്രകാശിക്കുന്നത്. Now let's look at this through scriptures, please. നമുക്ക് ദൈവവചനത്തിൽ നിന്ന് നോക്കാം. Matthew chapter 6:16. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം. Can someone read for me, please? മത്തായി 16 വായിക്കാമോ? 16-ൽ നിന്ന്. If you can read from verse 15 onwards. മത്തായി 16-ന്റെ 15-ാം വാക്യം തൊട്ട് വായിക്കാമോ? നിങ്ങളോ എന്നെ ആർ എന്ന് പറയുന്നു എന്ന് അവൻ ചോദിച്ചതിന് ശിമോൻ പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവെന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, ബെറിയോന ശിമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തിയത്. നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും എന്ന് ഉത്തരം പറഞ്ഞു. Verse 20 also. 20-ാം വാക്യം. പിന്നെ താൻ ക്രിസ്തു ആകുന്നു എന്ന് ആരോടും പറയാതിരിപ്പാൻ ശിഷ്യന്മാരോട് കൽപ്പിച്ചു. What is happening here? You know this story very well. ഇവിടെ എന്തോ ഈ കഥ എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. Peter is saying something about Jesus, and God and Christ replies back by saying like this. ഇവിടെ പത്രോസ് യേശുവിനെ കുറിച്ച് ചില കാര്യങ്ങൾ പറയുന്നു, എന്നിട്ട് യേശു അതിന് മറുപടിയും പറയുന്നു. Flesh and blood did not reveal this to you, but my Father in heaven revealed this to you. ജഡരക്തം അല്ല നിനക്ക് ഈ കാര്യം വെളിപ്പെടുത്തി തന്നത്, പിതാവ് സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് ഇത് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്. Look at the importance of that sentence, my dear friends. ഈ ഒരു ഈ പറഞ്ഞ കാര്യത്തിന്റെ പ്രാധാന്യം എന്താണ്? It is so very important. ഇത് വളരെ പ്രാധാന്യമുള്ള ഒരു Because this കാര്യമാണ്. is the way all of our life should begin. Spiritual life should begin. നമ്മളുടെ എല്ലാവരുടെയും ആത്മീയ ജീവിതം ഇങ്ങനെയാണ് Yes, we തുടങ്ങേണ്ടത്. may have heard about Jesus somewhere. നമ്മൾ തീർച്ചയാണ് യേശു ക്രിസ്തുവിനെ കുറിച്ച് ചിലയിടത്ത് നമ്മൾ Yes, we കേട്ടിട്ടുണ്ട്. may be born in a Christian family. നമ്മൾ ഒരു ക്രിസ്തീയ കുടുംബത്തിൽ Yes, we ജനിച്ചവരാണ്. attend Sunday school regularly. നമ്മള് തുടർച്ചയായിട്ട് സൺഡേ സ്കൂൾ We know പോയവരായിരിക്കും. all about Jesus. യേശുവിനെ കുറിച്ച് ഒത്തിരി കാര്യങ്ങളെല്ലാം നമുക്ക് And because അറിയാവുന്നവരായിരിക്കാം. in our mind, because the facts are clear, we know that He is God. ഈ കാര്യങ്ങൾ നമുക്കറിയാം, അവൻ ദൈവമാണെന്നും നമുക്കറിയാം. But even that is not enough, my dear friends. പക്ഷേ ഈ അറിവുകളൊന്നും പോരാ. Because that is all thoughts because those are all thoughts that we carry in our minds. ഇത് നമ്മളുടെ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ചിന്തകളാണ്. Something more has to ഈ happen. ചിന്തകളെക്കാട്ടിലും അപ്പുറമായ ചില കാര്യങ്ങൾ നമ്മുടെ My ജീവിതത്തിൽ Father നടക്കണം. in heaven revealed this to you. എന്റെ സ്വർഗസ്ഥനായ പിതാവ് ഇത് നിനക്ക് വെളിപ്പെടുത്തി തന്നു Yes, എന്നുള്ളത്. we know that Jesus Christ came on earth. നമുക്കറിയാം യേശു ക്രിസ്തു ഭൂമിയിൽ വന്നു എന്ന്. But do we accept that He came as a Savior? പക്ഷെങ്കിൽ അവൻ രക്ഷകനായിട്ടാണ് വന്നതെന്ന് നമ്മൾ അംഗീകരിക്കുന്നു. Do we know what salvation means? രക്ഷ എന്തുവാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ? Do we know what we should be saved from? നമ്മൾ എന്തിൽ നിന്നാണ് രക്ഷപ്പെടേണ്ടതെന്ന് നമുക്കറിയാമോ? Has God showed us that we are in danger? നമ്മൾ വലിയ അപകടത്തിലാണെന്ന് ദൈവം നമുക്ക് കാണിച്ചു Has തന്നു. God showed us that we need a Savior? നമുക്കൊരു രക്ഷകന്റെ ആവശ്യമുണ്ടെന്ന് ദൈവം നമുക്ക് കാണിച്ചു തന്നു. What is the work that God has begun to do inside you? നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം തുടങ്ങിയ വേല എന്താണ്? Flesh and blood did not reveal this to you. ജഡരക്തമല്ല ഇത് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നത്. Paul says, I was not taught by man, but I received a revelation of Jesus. പൗലോസ് പറഞ്ഞ ഞാൻ ഇത് മനുഷ്യനാൽ പഠിപ്പിക്കപ്പെട്ടതല്ല, ദൈവത്തിൽ നിന്ന് എനിക്ക് യേശുവിനെ കുറിച്ച് ഒരു വെളിപാട് പ്രാപിച്ചു എന്ന്. Sad to say, my dear friends, there may be many people in church who have not yet received revelation from the Father. ദുഃഖകരമായ കാര്യം എന്ന് വെച്ചാൽ ഇന്ന് സഭകളിൽ ഒത്തിരി പേരുണ്ട്,
പിതാവിൽ നിന്ന് വെളിപാട് They have not പ്രാപിക്കാതെ started from there. അവരവിടുന്ന് ആ ഒരു വെളിപാട് പ്രാപിച്ച ആ സ്ഥലത്തു നിന്ന് തുടങ്ങിയിട്ടില്ല. They may be wonderful people, അവർ നല്ല വ്യക്തികളായേക്കാം, great loving people. വളരെ സ്നേഹം നിറഞ്ഞ വ്യക്തികള്. But you see, something more has to happen if you have to begin your journey with God. പക്ഷെങ്കിൽ ദൈവത്തിന്റെ കൂടെ ഒരു യാത്ര തുടങ്ങേണ്ടതായിട്ടുണ്ടെങ്കിൽ ഈ നല്ലതാകുന്നതിനെക്കാട്ടിലും ഉപരിയായ ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കണം. There has to be an uncovering and unveiling. ഒരു മറഞ്ഞത് മാറിക്കിട്ടുന്നത്, ഒരു ചില മൂടി വെച്ചത് തുറക്കപ്പെടുന്നത്, ചില കാര്യങ്ങൾ, അങ്ങനെയുള്ള ചില Our കാര്യങ്ങൾ നമ്മുടെ mind ജീവിതത്തിൽ has to be നടക്കണം. opened. Our mind has to be നമ്മുടെ opened. മനസ്സിന്റെ തലം തുറക്കപ്പെടണം. Have you started from there, my dear friends? സുഹൃത്തുക്കളെ, അങ്ങനെയുള്ള ഒരു സ്ഥലത്തു നിന്നാണോ നമ്മൾ I തുടങ്ങിയത്? beg of you, if you have not, this is where you should start. ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുവാണ്, യാചിക്കുവാണ്, നിങ്ങൾ ഇങ്ങനെയുള്ള ഒരു വെളിപ്പെടുത്തലിൽ നിന്ന് തുടങ്ങിയില്ല എങ്കിൽ ഇവിടെ നമ്മൾ തുടങ്ങണം. Because you know what Jesus Christ said? എന്ന് വെച്ചാൽ യേശുക്രിസ്തു എന്താ പറഞ്ഞെന്ന് അറിയാമോ? It is based on what you received, Peter, that I am going to build my church. യേശുക്രിസ്തു പത്രോസിനോട് പറഞ്ഞ, പത്രോസേ, നീ പ്രാപിച്ച ഈ കാര്യത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഞാൻ സഭയെ പണിയാൻ പോകുന്നത്. You are Peter, Petros. നീ പത്രോസാണ്. And upon this rock Petra I will build my church. ഈ പാറയാകുന്ന വെളിപാടിന്റെ മേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. So he is not saying I will build my church upon you, O Peter. അവിടെ യേശുക്രിസ്തു ഇങ്ങനെ പറയുന്നില്ല, പത്രോസേ നിന്റെ മേൽ ഞാൻ എൻ്റെ സഭയെ പണിയുമെന്നല്ല I അവിടെ will build my പറയുന്നത്. church on what you just said. ഞാൻ നീ ഇപ്പം പറഞ്ഞ ആ വാക്ക്, അതിന്റെ മേൽ ഞാൻ എൻ്റെ I സഭയെ will build പണിയും. my church on what you just received. നീ ഇപ്പം പ്രാപിച്ച കാര്യം, അതിന്റെ മേൽ ഞാൻ എൻ്റെ Because സഭയെ this പണിയും. is the truth upon which I will build my church. എന്ന് വെച്ചാൽ ഈ സത്യം, ഈ നീ പ്രാപിച്ച സത്യത്തിന്റെ മേലായിരിക്കും ഞാൻ എൻ്റെ സഭയെ പണിയുന്നത്. Please accept this, my dear friends. സുഹൃത്തുക്കളെ, ഈ ഒരു കാര്യം നിങ്ങൾ അംഗീകരിക്കണം. Peter is not the first bishop in the Christian world. ക്രിസ്തീയ ഗോളത്തിലെ ആദ്യത്തെ ബിഷപ്പായിട്ടല്ല പത്രോസ്. Upon this revelation you received, I will build my church. ഈ കിട്ടിയ വെളിപാടിന്മേൽ ഞാൻ എൻ്റെ സഭയെ പണിയുമെന്ന് പറഞ്ഞു. You know what happened after that? അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിച്ചെന്ന് അറിയാമോ? Look at verse 20. 20ാമത്തെ വാക്യം Why did he tell them, don't say anyone about this? എന്തുകൊണ്ട് യേശു അവരോട് പറഞ്ഞു, ഇതിനെക്കുറിച്ച് ആരോടും നീ പറയരുത്? Sounds very strange. അത് കേൾക്കുമ്പോൾ നമുക്ക് ആശ്ചര്യം തോന്നത്തില്ലേ? Isn't that we are supposed to do? അയ്യോ, യേശുവിനെ കുറിച്ച് വിളിച്ചു പറയേണ്ടവരല്ലേ നമ്മള്? Isn't that we should shout out from the streets that Jesus Christ is the Savior and Lord of all? തെരുവിൽ നിന്ന് നമ്മൾ വിളിച്ചു പറയേണ്ടത് ഇതല്ലേ? യേശു രക്ഷകനാണ്, മാനവജാതിയുടെ രക്ഷകനാണ് എന്ന് വിളിച്ചു പറയണ്ടേ? Now Christ is saying, don't tell anyone what you just heard. ഇവിടെ യേശു ക്രിസ്തു പത്രോസിനോട് പറയുവാണ്, നീ ഇപ്പം കേട്ട ഈ കാര്യം നീ ആരോടും വിളിച്ചു പറയരുത്. Listen carefully. നമ്മൾ ശ്രദ്ധിച്ചു What is കേൾക്കണം. he saying to the disciples? അവിടെ ശിഷ്യന്മാരോട് യേശു എന്താ പറയുന്നത്? Don't tell anyone that I am the anointed one. ഞാനാണ് ആ അഭിഷക്തൻ എന്ന് നീ ആരോടും പറയരുത് എന്നാണ് ക്രിസ്തു അവരോട് പറഞ്ഞത്. You know why he said that? യേശു ക്രിസ്തു എന്തുകൊണ്ടാണ് അവരോട് ഇങ്ങനെ പറഞ്ഞത്? Few verses down we understand why he said that. കുറച്ച് വാക്യങ്ങളും കൂടെ താഴോട്ട് വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാവും എന്തുകൊണ്ട് യേശു അങ്ങനെ പറഞ്ഞു. Because the anointed one means someone who is powerful. എന്തെന്ന് വെച്ചാൽ അഭിഷക്തൻ എന്ന് പറയുമ്പോൾ ഒരു ശക്തി നിറഞ്ഞവൻ, someone who can come and destroy all the enemies. അഭിഷക്തൻ എന്ന് പറയുമ്പോൾ എന്തുവാണ് അർത്ഥമാക്കുന്നത്? നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു വ്യക്തി ഇപ്പം വരും, എല്ലാ ശത്രുവിനെയും നശിപ്പിക്കും. Someone who can come and reign victorious. ഒരു വ്യക്തി വരും, ആ അഭിഷക്തൻ ജയാളിയായിട്ട് വാഴുമെന്ന്. Have you seen any hero in the movie dying? സിനിമ ഒക്കെ കാണുമ്പോൾ ഒരു സിനിമയില് ഹീറോ, ഏറ്റവും വലിയ ഹീറോ മരിച്ചു പോകുന്നത് നമ്മൾ കാണാറുണ്ടോ? ഉണ്ടോ ആരെങ്കിലും? കൈപോക്കുന്നു. സാം കുട്ടൻ ഹീറോ മരിക്കത്തില്ല.
Heroes don't die. വില്ലനാ മരിക്കുന്നത്. It's the villain that dies. But you know, what was the problem here? ഇവിടെ പ്രശ്നം എന്തുവായിരുന്നു? Jesus Christ began to say certain things. യേശു ക്രിസ്തു ചില കാര്യങ്ങൾ പറയാൻ തുടങ്ങി. Peter was not prepared for further revelation. ഇനി മുന്നോട്ട് വെളിപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ അന്നേരം പത്രോസ് തയ്യാറല്ലായിരുന്നു. You know this, that's the problem with us, my dear friends. സുഹൃത്തുക്കളെ, നമ്മളെ സംബന്ധിച്ചും ഇത് തന്നെയായിരുന്നു What did പ്രശ്നം. Peter say? പത്രോസ് എന്തോ പറഞ്ഞു? Surely you will not suffer, you will not die. How can that be? ഇല്ല ഇല്ല, ഒരിക്കലും ഇല്ല. നീ എങ്ങനെ കഷ്ടം അനുഭവിക്കും? നീ എങ്ങനെ മരിക്കും? ഇത് പറ്റില്ല. How can our hero die? ഞങ്ങളുടെ ഹീറോ എങ്ങനെ മരിക്കും, ചാകും? That is why he told them, don't tell them that I am the anointed one. അതുകൊണ്ടാണ് യേശു അവരോട് പറഞ്ഞത്, ഞാൻ അഭിഷക്തൻ എന്ന് നീ പറയരുത്. Because they will not accept when they see me on the cross. അതിന് കാരണം എന്തുവാ? ഞാൻ ക്രൂശിൽ കിടക്കും. നീ ഇങ്ങനെ പറയുവാണെങ്കിൽ അത് കഴിഞ്ഞ് ഞാൻ ക്രൂശിൽ കയറുമ്പം ഇവര് എന്നെ അംഗീകരിക്കത്തില്ല. Now what was the problem here? ഇവിടെ പ്രശ്നം എന്താണെന്നറിയാമോ? The disciples were not prepared for an ongoing revelation from God. ദൈവത്തിൽ നിന്ന് തുടർച്ചയായ വെളിപാട് പ്രാപിക്കാൻ ശിഷ്യന്മാര് അന്ന് This തയ്യാറല്ലായിരുന്നു. was what happened to the Corinthian church, my dear friends. കൊരിന്ത്യ സഭയിലും ഇത് തന്നെയാണ് They സംഭവിച്ചത്. began with great revelation they received. അവര് വലിയ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച ആ വെളിപാടിൽ അവർ They were തുടങ്ങി. lacking in no gifts. അവരിൽ ഒരു വരങ്ങളുടെയും But കുറവില്ലായിരുന്നു. suddenly they began to split and say, I am of Paul, I am of Apollos. പെട്ടെന്ന് അവരെന്തു പറ്റി? അവിടെ ഭിന്നത വരാൻ തുടങ്ങി, വിള്ളല് വരാൻ തുടങ്ങി. ഞങ്ങൾ പൗലോസിന്റെ, ഞങ്ങൾ അപ്പോലോസിന്റെ. You know why the reason it is? Why? അവരെന്താ അങ്ങനെ സംഭവിച്ചെന്നറിയാമോ? Because Paul was a small statured man. പൗലോസ് നീളം കുറഞ്ഞ ഒരു He was വ്യക്തിയായിരുന്നു. not a very good looking person, by the way. കാണാനും വലിയ Some സൗന്ദര്യമുള്ളവനല്ലായിരുന്നു പൗലോസ്. say that he couldn't even speak properly. That's why one guy fell down and died when he was preaching. ചില സ്ഥലത്ത് ആണെങ്കിൽ അദ്ദേഹം നല്ലോണം പ്രസംഗിക്കാൻ പോലും വാക്ക് സാമർഥ്യമുള്ളവനല്ലായിരുന്നു. He said that himself. I'm not making it up. ഇത് പൗലോസിനെ കുറിച്ച് തന്നെ പറഞ്ഞ കാര്യമാണ്, ഞാൻ ഉണ്ടാക്കി പറയുന്നതല്ല. So here we find suddenly another new man coming. ഓ, പെട്ടെന്ന് പുതിയൊരു വ്യക്തി സീനിൽ Oh, വരുന്നു. more anointing. വേറെ ഭയങ്കര അഭിഷേകമുള്ള He ഒരു looks വ്യക്തി. big and strong. കാണാനോ വലിയ നീളവും വീതിയുമുള്ള ഒരു വ്യക്തി. Who is Paul? I'm of Apollos. ഓ, നീ പൗലോസ് ആര്? ഞങ്ങൾ അപ്പോലോസിന്റെ ആണ്. You see, if we think that we have received revelation and now we are okay, that is the most dangerous place for us to be, my dear friends. സുഹൃത്തുക്കളെ, നമ്മൾക്ക് വെളിപാട് പ്രാപിച്ചു, ഇനി നമ്മൾ തികവുള്ളവരായി എന്ന് നമ്മൾ ചിന്തിച്ചു പോയാൽ നമ്മൾ അപകടത്തിൽ. Just like that, Peter switched and began to speak from his natural senses. പെട്ടെന്ന് തന്നെ നിമിഷ നേരത്തിനകത്ത് പത്രോസ് മനസ്സ് മാറി ജഡത്തിൽ നിന്ന് വിളിച്ചു പറയാൻ തുടങ്ങി. Oh, my dear friends, സുഹൃത്തുക്കളെ, the question is not whether we have revelation. നമുക്ക് വെളിപാട് ഉണ്ടോ ഇല്ലയോ എന്നല്ല ചോദ്യം Of ഇവിടെ. course we need that, and that is the most important thing for us here on earth. നമുക്കിവിടെ വെളിപാട് വേണം. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഏറ്റവും പ്രാധാന്യമുള്ള കാര്യമാണ് ദൈവത്തിൽ നിന്ന് വെളിപാട് പ്രാപിക്കുക. That's what I told you, that's a barrier. It is a lack of personal revelation. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. വ്യക്തിപരമായ ദൈവത്തിൽ നിന്ന് വെളിപാട് പ്രാപിക്കാതെ പോകുന്നതാണ് സഭയുടെ വളർച്ചയ്ക്ക് ഏറ്റവും വലിയ തടസ്സം. But let me take you further, my dear friends. സുഹൃത്തുക്കളെ, ഞാൻ ഇച്ചിരൂടെ നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകട്ടെ. Do you understand what I am trying to say? അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്ത് പറയാൻ Let's go to ആഗ്രഹിക്കുന്നു. Ephesians, please. എഫെസ്യ ലേഖനത്തിലോട്ട് നമുക്ക് Chapter പോകാം. 1. 1-ാം അധ്യായം. Let's look from verse 15. എഫെസ്യ ലേഖനം 1-ാം അധ്യായം 15-ാം വാക്യത്തിൽ നിന്ന് നമുക്ക് നോക്കാം. എഫെസ്യർ 1:15. അത് നിമിത്തം ഞാനും നിങ്ങൾക്ക് കർത്താവായ യേശുവിലുള്ള വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടുമുള്ള സ്നേഹത്തെയും കുറിച്ച് കേട്ടിട്ട് വായിക്കാം. വായിച്ചോ? നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ സ്തോത്രം ചെയ്ത്
എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർത്തും കൊണ്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിനും. ഓക്കെ, മതി മതി മതി. എവിടെ അനിത വായിക്കുന്നവിടെ ഞാൻ കാണുന്നില്ലല്ലോ. ഓക്കെ, യു ദെയർ. ഓൾറൈറ്റ്. Alright, look at this very important verse, my dear friends. Very important portion. പ്രാധാന്യമുള്ള ഒരു വേദപുസ്തക ഭാഗമാണിത്. നമുക്കൊന്ന് ശ്രദ്ധിക്കാം. What is Paul saying here? ഇവിടെ പൗലോസ് എന്താണ് പറയുന്നത്? I thank God when I see your faith that you have in Christ Jesus. ഇവിടെ പൗലോസ് പറയുവാണ്, യേശു ക്രിസ്തുവിലുള്ള നിങ്ങളുടെ വിശ്വാസം കാണുന്ന ഉടനെ ഞാൻ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. Thank God because of the love you have among each other. നിങ്ങൾ തമ്മിലുള്ള സ്നേഹം കാണുമ്പോൾ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. Faith, hope, love. ഓ വിശ്വാസം, പ്രത്യാശ, സ്നേഹം. What more do we need? ഇതിനപ്പുറം നമുക്ക് എന്താ വേണ്ടത്? Praise God, Paul is saying. Praise God. Hallelujah. Do you know what he says here? വളരെ നല്ലതെന്ന് നമ്മൾ ചിന്തിക്കും. You know what Paul is saying here? പക്ഷെങ്കിൽ പൗലോസ് ഇവിടെ എന്താ പറയുന്നത് അറിയാമോ? Because I saw your faith. ഞാൻ നിങ്ങളുടെ വിശ്വാസം കണ്ടതും Because I കൊണ്ട്, saw your love. ഞാൻ നിങ്ങളുടെ തമ്മിലുള്ള സ്നേഹം കണ്ടതും Now കൊണ്ട്, I am praying. ഇത് രണ്ടും കണ്ടതും കൊണ്ട് ഇനിയും ഞാൻ What പ്രാർത്ഥിക്കുന്നു. am I praying? പൗലോസ് എന്തുവായി I പ്രാർത്ഥിക്കുന്നത്? am praying that you should have a spirit of wisdom and revelation. അവിടെ പറയുന്നത് ജ്ഞാനത്തിന്റെയും വെളിപാടിന്റെയും ആത്മാവ് നിങ്ങൾ പ്രാപിക്കണമെന്ന്. Oh. Do we see that, my dear friends? TDF church members. TDF സഭ അംഗങ്ങള് ഈ ഒരു വാസ്തവം നമ്മൾ കാണുന്നുണ്ടോ? We can boast about our faith. നമ്മുടെ വിശ്വാസത്തെ കുറിച്ച് നമുക്ക് അഹങ്കരിക്കാം. We can boast about the love we have for each other. തമ്മിലുള്ള സ്നേഹത്തെ കുറിച്ച് നമുക്ക് വീമ്പ് പറയാൻ ഒത്തിരി ഉണ്ട്. But do you have a spirit of wisdom and revelation? പക്ഷെങ്കിൽ നിങ്ങളുടെ ഉള്ളില് ഒരു ജ്ഞാനത്തിന്റെയും വെളിപാടിന്റെയും ആത്മാവ് ഉണ്ടോ? Do you have a kind of a sixth sense that is opening up inside you? നിങ്ങളുടെ ഉള്ളില് വേറെ ഒരു ഇന്ദ്രിയം തന്നെ ഉളവായി വരുന്ന ഒരു അവസ്ഥയിലാണോ നിങ്ങൾ? Not based on what you see. നിങ്ങൾ കാണുന്ന അനുസരിച്ചല്ല. Not based on what you hear. നിങ്ങൾ കേൾക്കുന്നത് അനുസരിച്ചല്ല. A spirit of wisdom and revelation. ദൈവത്തിൽ നിന്ന് തന്നെ ഒരു ആത്മാവിനെ പ്രാപിക്കുക, ജ്ഞാനത്തിന്റെയും വെളിപാടിന്റെ ആത്മാവ്. And why do we need this? ഇത് നമുക്ക് എന്തിനാണ് ആവശ്യം? Listen carefully, my dear friends. ശ്രദ്ധിച്ച് കേൾക്കണേ സുഹൃത്തുക്കളെ. Because you see, Christianity is not about just we trying to please God. ക്രിസ്തീയ ജീവിതം എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലും ദൈവത്തെ പ്രസാദിപ്പിക്കണം എന്നുള്ള ജീവിതമല്ല. What should I do next? ഓ ഇനി ഞാൻ എന്ത് ചെയ്യണം? I have faith, I have love. എനിക്ക് വിശ്വാസമുണ്ട്, എനിക്ക് സ്നേഹമുണ്ട്. What should I do for God? ഓ ഇനിയും ദൈവത്തിന് വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? If you are there, we are in the wrong place. നിങ്ങൾ എങ്ങനെ പറയുന്ന ഒരു തലത്തിലാണെങ്കിൽ നിങ്ങൾ തെറ്റായ സ്ഥലത്തിലാണ്. No, because what should you think first? എന്താന്ന് വെച്ചാൽ ഇനി നമ്മൾ ആദ്യമായിട്ട് ഇനി എന്താ ചിന്തിക്കേണ്ടതെന്ന് അറിയാമോ? We should realize that God is more keen to show us what He has done. നമ്മൾ മനസ്സിലാക്കേണ്ട വാസ്തവം ഇതാണ്. ദൈവം എന്തുവാണ് നമ്മൾക്ക് വേണ്ടി ചെയ്തത് എന്ന് നമ്മൾ കാണണം എന്നാണ് ദൈവം കൂടുതലായിട്ട് അധികമായിട്ട് ആഗ്രഹിക്കുന്നത്. More than we being keen to find out what we can do for God. നമ്മൾക്ക് ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ അന്വേഷിക്കുന്ന ആ അന്വേഷണത്തിനെക്കാട്ടിലും Please know that God is more keen to show us what He has done for us. നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവം ആഗ്രഹിക്കുന്നത്, ദൈവം വളരെ അധികം ആഗ്രഹിക്കുന്നത് നമ്മൾ ദൈവം എന്തുവാ നമ്മൾക്ക് വേണ്ടി ചെയ്തത് എന്ന് നമ്മൾ കാണണം, മനസ്സിലാക്കണം എന്ന്. Christianity is not a religion of what we can achieve for God. ദൈവത്തിന് വേണ്ടി നമ്മൾക്ക് എന്ത് നേടാം എന്നുള്ള കാര്യം കാണിക്കുന്നതല്ല ക്രിസ്തീയ മതം. It may be in every other religion but not in Christianity. It may be in every other religion. ഇത് ബാക്കി എല്ലാ മതങ്ങളിലും ഇതുണ്ട്, പക്ഷെ ക്രിസ്തീയ മതത്തിൽ ക്രിസ്തീയ ജീവിതത്തിനകത്ത് ഇതല്ല, ഇങ്ങനെയല്ല Because here it is പഠിക്കുന്നത്. an acceptance of
and a working out of what Christ has done. എന്നു വെച്ചാൽ ക്രിസ്തീയ ജീവിതത്തിൽ ക്രിസ്തീയ കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ്? ക്രിസ്തു നമ്മൾക്ക് വേണ്ടി ചെയ്ത പ്രവർത്തികൾ എന്തൊക്കെയാണ്? And out of that, what he is doing in us and through us. ക്രിസ്തു നമ്മൾക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ നിമിത്തം നമ്മളിലും നമ്മൾ കൂടിയും കർത്താവ് ചെയ്തെടുക്കുന്നത് എന്തൊക്കെയാണ് എന്ന്. Because he is the one. എന്നത് കാരണം എന്തുവാ? അവനാണ് കേന്ദ്രം. I was watching a movie by the name of Matrix. ഞാൻ മാട്രിക്സ് എന്ന് പറഞ്ഞ ഒരു ചലച്ചിത്രം ഞാൻ കാണുമായിരുന്നു. I like it very much. എനിക്കത് വളരെ ഇഷ്ടമുള്ള ഒരു മൂവിയാണ്. It closely parallels the Bible story. ഈ വേദപുസ്തകത്തിന്റെ പഠിപ്പീരിനോട് ചേർന്ന് പോകുന്ന ഒരു കഥയാണത്. The woman's heroine's name is Trinity. അവിടെ സ്ത്രീ ആ ഹീറോയിൻ ആണ്, പുള്ളിക്കാരിയുടെ പേരാണ് ത്രിത്വം, ട്രിനിറ്റി. She is searching, they're all searching for the one. അവരെല്ലാവരും, ഈ പുള്ളിക്കാരിയും എല്ലാവരും ആ വ്യക്തി ആരാണ്, അവൻ ആരാണ് എന്ന് അന്വേഷിക്കുക. They're looking for the one because they know there's one called Neo is going to come. അവരെല്ലാവരും അന്വേഷിക്കുവാണ്. എന്ന് വെച്ചാൽ അവർക്കറിയാം നിയോ എന്ന് പറയുന്ന ഒരു വ്യക്തി വരാനിരിക്കുന്നു. At the beginning, Neo fights with people and he gets defeated, so they are very disheartened. ആദ്യം തന്റെ മൂവിൽ തുടക്കത്തിൽ നിയോ ബാക്കിയുള്ളവരുമായിട്ട് യുദ്ധം ചെയ്തു, നിയോ തോറ്റുപോയി. അതുകൊണ്ട് എല്ലാവരും നിരാശയിലാണ്. And finally, the final battle that Neo is fighting. അത് കഴിഞ്ഞ് അവസാനം നിയോ യുദ്ധം ചെയ്യുന്ന ഒരു അവസാന യുദ്ധം. And the way he fights that battle. അവിടെ ആ നിയോ യുദ്ധം ചെയ്യുന്ന രീതി തന്നെ. They all are shouting out, "He is the one! He is the one!" അത് കണ്ടിട്ട് എല്ലാവരും വിളിച്ചു പറയാൻ തുടങ്ങി, അവൻ തന്നെയാണ്, അവൻ ഇവൻ തന്നെയാണ്. Can we say that today, my dear friends? നമുക്ക് കർത്താവിനെ നോക്കി പറയാൻ പറ്റുമോ? അവൻ തന്നെയാണ്. It's not about us, it's not about what we can do or what we cannot do. ഇത് നമ്മളെ കുറിച്ചേ അല്ല. നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുന്നു, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഇത് നമ്മളല്ല. There is something bigger, something greater. There is something bigger. ഇതിനെക്കാട്ടിലും ഒക്കെ വലുതായ, there is something greater. ഇതിനെക്കാട്ടിലും വലുതായ ഉയർന്ന because he is the one. എന്ന് വെച്ചാൽ അവനാണ് ആ കേന്ദ്രം, അവനാണ് കാരണം. Paul is saying, I am praying for you. പൗലോസ് പറയുന്നു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാണ്. That you have a spirit of wisdom and revelation. നിങ്ങൾക്ക് വെളിപാടിന്റെയും ജ്ഞാനത്തിന്റെയും ഒരു ആത്മാവിനെ പ്രാപിക്കാനാണ്. It doesn't stop there. അത് പറഞ്ഞ് അവിടെ നിർത്തുന്നില്ല. In the knowledge of Christ. ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ എന്ന് പറഞ്ഞാണ് അവിടെ നിർത്തുന്നത്. My dear friends, only God could open our eyes. കർത്താവ് ദൈവം നമ്മളുടെ കണ്ണൊന്ന് തുറന്നു തന്നായിരുന്നെങ്കിൽ, only God could begin to show us. നമ്മൾക്ക് ചില കാര്യങ്ങൾ നമുക്കൊന്ന് കാണിച്ചു തരാൻ തുടങ്ങിയായിരുന്നെങ്കിൽ. Why are we so dry? Why are we so lonely? എന്തും കൊണ്ട് നമ്മൾ വരണ്ട് ഏകാന്തതയിൽ ആയി പോകുന്നു. We try hard but we don't find a joy in Christianity. നമ്മൾ അങ്ങ് കഠിന അധ്വാനം ചെയ്യുന്നു, പക്ഷേങ്കിൽ ക്രിസ്തീയ ജീവിതത്തിന്റെ സന്തോഷം നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നില്ല. We come to church for 2 Sundays. 2 സൺഡേ ഞായറാഴ്ച നമ്മൾ ആരാധനയ്ക്ക് കടന്നു വരും. And then we are missing for 4 Sundays. അത് കഴിഞ്ഞ് ബാക്കി 4 ആഴ്ച കാണാതെ വരുന്നില്ല. Then we have this guilty feeling, oh, I didn't go to church. അത് കഴിഞ്ഞിട്ട് ഉള്ളിൽ ഒരു കുറ്റബോധം വരാൻ തുടങ്ങുന്നു, അയ്യോ ആരാധനയ്ക്ക് പോയില്ലല്ലോ, പറ്റുമല്ലോ, അയ്യോ പോണമേ, somehow I have to go, no. മക്കളെ നിങ്ങൾ എഴുന്നേ പല്ലേക്കടാ, ഇന്ന് ചർച്ചിൽ പോകേണ്ടതാ. Children, get up, brush your teeth, we have to go to church, no. I'm telling you, it can be any of us, our experience. I'm not making fun of anyone here. ഞാൻ ആരെയും കളിയാക്കി പറയവല്ല, നമ്മളെല്ലാവരെ കുറിച്ചുമാണ് ഞാൻ വിളിച്ചു പറയുന്നത്. That is all we know, that is all what we have. എന്ന് വെച്ചാൽ നമ്മൾക്ക് അറിയാവുന്നത് അത്രേ ഉള്ളൂ, അത്രമേ ഉള്ളൂ നമ്മളുടെ പക്ഷത്ത് ഉള്ളത്, നമ്മുടെ കയ്യിൽ. It is all about going to church and doing what we are told to do. നമ്മൾ വിചാരിക്കുന്നത് സഭയിൽ പോവുകയും നമ്മളോട് എന്തോ പറയുന്ന അതങ്ങ് ചെയ്തു തീർത്താൽ മതി, അത്രമേ ഉള്ളൂ എന്ന്. Oh, you know what Paul
Paul says here. പക്ഷെങ്കിൽ പൗലോസ് ഇവിടെ പറയുന്നത് എന്തെന്നറിയാമോ? I pray that the eyes of your heart may be opened. നിങ്ങളുടെ ഹൃദയ കണ്ണുകൾ തുറക്കപ്പെടട്ടെ That എന്ന് you ഞാൻ might see പ്രാർത്ഥിക്കുന്നു. the riches of the glory of his inheritance. അവന്റെ അവകാശത്തിന്റെ ഘനം എന്തൊക്കെയാണ് എന്ന്, അതിന്റെ മഹത്വം നിങ്ങളൊന്ന് കാണാൻ നിങ്ങളുടെ കണ്ണ് തുറക്കപ്പെടട്ടെ എന്ന് പൗലോസ് He's പ്രാർത്ഥിക്കുന്നു. praying about this. പൗലോസ് ഇതിനു വേണ്ടി He's not പ്രാർത്ഥിക്കുവാണ്. telling us because he knows that doesn't make sense telling us. ഇത് നമ്മളോട് പറഞ്ഞു തരുമല്ല പൗലോസ്. എന്ന് വെച്ചാൽ പൗലോസിന് അറിയാം ഇത് പറഞ്ഞു തന്നിട്ട് കാര്യമില്ല, ഇത് നമ്മൾ മനസ്സിലാകത്തുമില്ല എന്ന്. He knows that some light has to come from heaven. പൗലോസിന് അറിയാം സ്വർഗത്തിൽ നിന്ന് ചില വെളിപാട്, ചില പ്രകാശം നമ്മളുടെ ഉള്ളിലോട്ട് വന്ന് പ്രകാശിച്ചാലേ മതിയാവത്തുള്ളൂ എന്ന്. I thank God for your faith, he says. നിങ്ങളുടെ വിശ്വാസത്തിന് വേണ്ടി ഞാൻ ദൈവത്തിന് നന്ദി He says, പറയുന്നു. I thank God for the love you have for each other. പൗലോസ് പറയുന്നത് നിങ്ങളുടെ തമ്മിലുള്ള സ്നേഹത്തിന് വേണ്ടി ഞാൻ ദൈവത്തിന് നന്ദി But I പറയുന്നു. pray that the eyes of your heart be പക്ഷേ open. ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ഹൃദയത്തിന്റെ കണ്ണുകൾ തുറക്കപ്പെടട്ടെ. Something has to happen inside. നിങ്ങളുടെ ഉള്ളിൽ ചില കാര്യങ്ങൾ You നടക്കേണ്ടതായിട്ടുണ്ട്. need to know what God has done for you. ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്തത് എന്തൊക്കെയാണെന്ന് നിങ്ങൾ കാണണം, നിങ്ങൾ അറിയണം. In Christ Jesus. യേശു ക്രിസ്തുവിൽ. That's a different world altogether, my dear friends. സുഹൃത്തുക്കളെ, ഇങ്ങനെയുള്ള ഒരു ജീവിതം അത് വേറൊരു തലം തന്നെയാണ്. Because now we are expectant. എന്നു വെച്ചാൽ ഇങ്ങനെ നമ്മൾ മുന്നോട്ട് നീങ്ങുവാണെങ്കിൽ നമ്മൾ വളരെ പ്രതീക്ഷയോടെയാണ് നീങ്ങുന്നത്. Because we know God is at work. എന്ന് വെച്ചാൽ നമുക്കറിയാം ദൈവം പ്രവർത്തിക്കുന്നു. He has shown us something. ദൈവം നമുക്ക് ചിലത് കാണിച്ചു തന്നു. We are waiting for more. ഇനിയും ദൈവം കാണിച്ചു തരാൻ നമ്മൾ ആകാംക്ഷയോട് കാത്തിരിക്കുന്നു. Is that your testimony, my dear friends? ഇതാണോ സുഹൃത്തുക്കളെ നിങ്ങളുടെ സാക്ഷ്യവും? You may be sleeping here in this room this afternoon. ഇന്ന് ഈ മുറിയിൽ ഇരുന്ന് നിങ്ങൾ ഉറങ്ങുമായിരിക്കും. I hope you'll at least see a dream about Jesus. ഞാൻ പ്രത്യാശിക്കുക നിങ്ങൾ യേശുവിനെ കുറിച്ച് സ്വപ്നമെങ്കിലും ഒന്ന് കാണണമെന്ന്. Not a dream about the physical Jesus. ആ ഭൗതിക ശരീരത്തിലുള്ള യേശുവിനെ കുറിച്ചല്ല. A dream about what he has done for you. നിങ്ങൾക്ക് വേണ്ടി ദൈവം ചെയ്ത, യേശുക്രിസ്തു ചെയ്ത പ്രവൃത്തിയെക്കുറിച്ച് നിങ്ങളൊന്ന് സ്വപ്നം കാണാം. What can we do from this stage, my dear friends? ഈ മുന്നേ സ്റ്റേജിൽ നിന്നിട്ട് നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു തരാൻ പറ്റും സുഹൃത്തുക്കളെ? Can we give you that spirit? ആ ആത്മാവിനെ പാസ്റ്റേഴ്സിന് നമുക്ക് തരാൻ പറ്റുമോ? Can we give you, what is it that we need to do? Let's read down that passage, my dear നമുക്ക് friends. ലീഡേഴ്സ് നമുക്ക് എന്ത് തരാൻ സാധിക്കും? നമുക്ക് ആ പാസേജ് നമുക്ക് താഴോട്ടൊന്ന് വായിക്കാം. Matthew chapter 16, as we go down. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം താഴോട്ട് വായിക്കുമ്പോൾ Look at what it says. അവിടെ നമുക്ക് നോക്കാം എന്താ അവിടെ പറയുന്നതെന്ന്. Jesus Christ continues very quickly. യേശുക്രിസ്തു പെട്ടെന്ന് തന്നെ ബാക്കി കാര്യങ്ങൾ പറയുന്നു. He rebukes Peter. അവിടെ പത്രോസിനെ ശാസിക്കുവാണ്. And then he tells them, don't tell anyone that I am the Christ. ഞാൻ ക്രിസ്തുവാകുന്നു എന്ന് നിങ്ങൾ മറ്റുള്ളവരോട് ആരോടും പോയി പറയരുത് എന്ന് യേശു പറയുന്നു. And then from verse 24 down and verse 24 and 25, he doesn't stop. He says something very important. അവിടെ അത് കഴിഞ്ഞ് താഴോട്ട് 24-ഉം 25-ഉം വാക്യങ്ങൾ അത് നിർത്താതെ തുടർച്ചയായിട്ട് യേശു പറയുവാണ്. പിന്നെ യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്, ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ആരെങ്കിലും തൻ്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും. എൻ്റെ നിമിത്തം ആരെങ്കിലും തൻ്റെ ജീവനെ കളഞ്ഞാൽ അതിനെ കണ്ടെത്തും. Whoever wishes to lose his life will find it. തൻ്റെ ജീവനെ നഷ്ടപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുവാണെങ്കിൽ അത് നിങ്ങൾ കണ്ടെത്തും. You know what is the problem with us?
നമ്മളെ സംബന്ധിച്ചുള്ള പ്രശ്നം എന്തെന്നറിയാമോ? You know what was the problem with Peter? പത്രോസിനെ സംബന്ധിച്ച് പ്രശ്നം എന്തായിരുന്നെന്ന് അറിയാമോ? Yes, he received a revelation from God. ദൈവത്തിൽ നിന്ന് പത്രോസ് ഒരു വെളിപാട് It പ്രാപിച്ചു. was something big, something great. വലിയ ഒരു വെളിപാട് തന്നെയാണ് പത്രോസ് പ്രാപിച്ചത്. It was from what began the church itself. സഭയുടെ തുടക്കത്തിന് കാരണം തന്നെ ആ വെളിപാടായിരുന്നു. But you see, Peter was not ready for more. പക്ഷെങ്കില് ഇനിയും കൂടുതൽ വെളിപാട് പ്രാപിക്കാൻ പത്രോസ് ഒരുക്കമുള്ളവനായിരുന്നില്ല. And you know why? അതിന് കാരണം എന്തെന്നറിയാമോ? Peter, Jesus Christ was telling each one of us, can you lose your lives more? ഇത് തന്നെയാണ് യേശു ക്രിസ്തു നമ്മളോടും പറയുന്നത്. നിന്റെ ജീവൻ നീ കൂടുതലായിട്ട് നഷ്ടപ്പെടുത്താൻ നിനക്ക് പറ്റുമോ, മനസ്സുണ്ടോ? So revelation is not something that just comes to us as a gift from the sky. ഈ വെളിപാടെന്ന് പറയുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പെട്ടെന്ന് നമ്മളിലോട്ട് വന്ന് വീഴുന്ന ഒരു ദാനമല്ല. There's something that comes upon those who are preparing their lives for God. ദൈവത്തിന് വേണ്ടി തൻ്റെ ജീവൻ ഒരുക്കിക്കൊണ്ടിരിക്കുന്നവർക്ക് ദൈവം കൊടുക്കുന്ന ഒരു കാര്യമാണ് വെളിപാട്. Yes, God begins by showing you something. തീർച്ചയായിട്ടും തുടങ്ങുന്നത് ദൈവം ചില കാര്യങ്ങൾ നമ്മളെ കാണിച്ചിട്ടാണ്. But even that can become dim in your eyes. പക്ഷെങ്കിൽ ആ കാണിച്ചതും നമ്മളുടെ കണ്ണില് മങ്ങി പോകാൻ Very soon we can even forget that we are born again. പെട്ടെന്ന് നമ്മൾ വീണ്ടും ജനിച്ചവരാണെന്ന് പോലും നമ്മൾ മറന്നു The പോകുന്ന things of this അവസ്ഥകൾ. world become strangely bright for us. The things of this world become strangely bright. ഈ ലോകത്തിലെ കാര്യങ്ങള് പെട്ടെന്ന് നമുക്ക് കൂടുതൽ പ്രകാശനമുള്ളതായിട്ടും കൂടുതൽ വെളിപ്പെട്ട് കാണുന്നതായിട്ട് നമുക്ക് തോന്നിപ്പോകും. God become strangely dim. അത് മാത്രമല്ല ദൈവത്തിന്റെ കാര്യങ്ങൾ ഒരു വല്ലാത്ത രീതിയിൽ അങ്ങ് മങ്ങി പോകുന്ന And അവസ്ഥ soon വരാം. we even forget the joy of having our sins forgiven. പെട്ടെന്ന് തന്നെ നമ്മളുടെ പാപം ക്ഷമിച്ച് കിട്ടി എന്നുള്ളതിന്റെ സന്തോഷം വരെ നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുന്നു. We forget that we have been brought from death to life. മരണത്തിൽ നിന്ന് നമ്മളെ ജീവനിലോട്ട് കൊണ്ടുവന്നവരാ നമ്മള് എന്ന് പോലും നമ്മൾ Transformed from the kingdom of darkness to the kingdom of his dear son. ഇരുട്ടിന്റെ രാജ്യത്തിൽ നിന്ന് അവന്റെ പ്രിയ പുത്രന്റെ രാജ്യത്തിലോട്ട് ദൈവം നമ്മളെ ആക്കിയെന്ന് പോലും നമ്മൾ മറന്നുപോകും. We are born from above. We are born from above. നമ്മൾ സ്വർഗത്തിൽ നിന്ന് ഉയരത്തിൽ നിന്ന് ജനിച്ചവരാ നമ്മൾ. And we forget even that. അതുപോലും നമ്മൾ മറന്നുപോകുന്നു. And soon we begin to use words that are not glorifying God. അതുമൂലം ദൈവത്തിന് മഹത്വം കൊണ്ടുവരാത്ത വാക്കുകൾ നമ്മൾ ഉച്ചരിക്കാൻ തുടങ്ങുന്നു. My dear friends, we need an ongoing revelation of Jesus Christ. സുഹൃത്തുക്കളെ, നമ്മൾക്ക് ദൈവത്തിൽ നിന്ന് തുടമാനം വരുന്ന വെളിപാടുകൾ നമ്മൾക്ക് ആവശ്യമാണ്. We need a spirit of revelation. നമുക്ക് വെളിപാടിന്റെ ഒരു ആത്മാവിനെ തന്നെ നമ്മൾക്ക് അത്യാവശ്യമാണ്. That God can show us more and more the beauties and the worth of Jesus Christ. അങ്ങനെയാണെങ്കിൽ ആ വെളിപാട് അതിൻ്റെ ആത്മാവ് പ്രാപിക്കുവാണെങ്കിൽ ദൈവത്തിന് യേശുക്രിസ്തുവിൻ്റെ ആ മനോഹരത്വവും യേശുക്രിസ്തുവിൻ്റെ പ്രവൃത്തിയും കൂടുതൽ 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 നമുക്ക് വെളിപ്പെടുത്തി തരാൻ പറ്റും. The book of Hebrews, it says like this. എബ്രായ ലേഖനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്. You should have been teachers by now. നിങ്ങൾ ഇപ്പം പഠിപ്പിക്കുന്നവരാകേണ്ടതായിരുന്നു. But you are not seeing. I cannot tell you more about Christ. പക്ഷെങ്കിൽ നിങ്ങൾ ഇപ്പം കാണുന്നില്ല, അതുകൊണ്ട് ക്രിസ്തുവിനെ കുറിച്ച് എനിക്ക് കൂടുതൽ പറഞ്ഞു തരാൻ പറ്റത്തില്ല. You will not enjoy it. നിങ്ങൾ അത് ആസ്വദിക്കത്തില്ല. You will fall asleep when I talk to you about Jesus. യേശു ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങളെ പഠിപ്പിക്കുവാണെങ്കിൽ നിങ്ങൾ ഉറങ്ങിപ്പോകും. Because you are asleep. എന്തെന്ന് വെച്ചാൽ അതിന്റെ കാരണം എന്താ? നിങ്ങൾ ഉറങ്ങിക്കിടക്കുക. That's why Paul says in Ephesians, arise from the dead. അതുകൊണ്ടാണ് പൗലോസ് എഫേസ്യ ലേഖനത്തിൽ നമ്മളോട് വെളിപ്പിച്ച് പറയുന്നത്, മരിച്ചവരിൽ നിന്ന് എഴുന്നേൽക്കുക.
Because the world is dead, my dear friends. എന്ന് വെച്ചാൽ ലോകം മരിച്ച അവസ്ഥയിലാണ് And സുഹൃത്തുക്കളെ. we are now sleeping with them. നമ്മൾ ഇപ്പം അവരുടെ കൂടെ നമ്മളും ഉറങ്ങുന്നു. And Paul is saying, hey, but God made you alive. Why are you there? പൗലോസ് പറയാണ്, ദൈവം നിങ്ങളെ ഇവിടെ ആക്കി വെച്ച, നിങ്ങൾ എന്തിനാ അവിടെ പോയിരിക്കുന്നത്? How come you are നിങ്ങൾ there? എങ്ങനെ നിങ്ങൾ അവിടെ ആയി പോയി? Arise from the dead, awake. ഓ, മരിച്ചവരിൽ നിന്ന് എഴുന്നേക്ക്. That's not your place. അവിടെ അല്ല നിങ്ങൾ ആയിരിക്കേണ്ടത്. How did you reach there? നിങ്ങൾ ആ സ്ഥാനത്ത് എങ്ങനെ എത്തിപ്പോയി? I don't know. നമ്മൾ പറയാ, എനിക്കറിയത്തില്ല. I used to go to church every Sunday. ഞാനോ എല്ലാ ഞായറാഴ്ചയും ഞാൻ ചർച്ചിൽ പോകുമായിരുന്നു. Do we have revelation from heaven, my dear friends? സുഹൃത്തുക്കളെ, സ്വർഗത്തിൽ നിന്ന് നമ്മൾ വെളിപാട് പ്രാപിക്കുന്നുണ്ടോ? These are the questions that we have to answer. നമ്മൾ ഈ ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം പറഞ്ഞേ മതിയാവൂ. Yes, God can do much. തീർച്ചയാണ് ദൈവത്തിന് അത്രയധികം നമ്മളുടെ നടുവിൽ നമ്മളുടെ ഉള്ളിൽ ചെയ്യാൻ സാധിക്കും. But He can do only in whom He can reveal Jesus. പക്ഷെങ്കിൽ ദൈവം ചെയ്യുന്നത്, ദൈവം ആർക്കൊക്കെ തൻ്റെ മകനെ വെളിപ്പെടുത്തി കൊടുക്കാൻ പറ്റും, അവരുടെ ഉള്ളിൽ മാത്രമേ, അവരിൽ കൂടി മാത്രമേ ദൈവത്തിന് പ്രവർത്തിക്കാനും സാധിക്കത്തുള്ളൂ. Paul puts it like this. Paul says like this. പൗലോസ് ഇങ്ങനെ പറയുന്നു, God was pleased to reveal His Son in me. ദൈവം തൻ്റെ പുത്രനെ വെളിപ്പെടുത്താൻ ദൈവം എന്നിൽ പ്രസാദിച്ചു എന്ന് പൗലോസ് പറയുന്നു. What is our future, my dear friends? നമ്മളുടെ ഭാവി What എന്താണ്? is the joy of your life? നമ്മളുടെ ജീവന്റെ ആ സന്തോഷം What is എന്താണ്? the passion that you have inside? നമ്മളുടെ ഉള്ളിലുള്ള ആ വാഞ്ച എന്താണ്? Are we just like them? നമ്മളും ഈ ലോകത്തിലുള്ളവരെ പോലെ ഒരുവൻ ആണോ? Because they enjoy when they get something big. അവർക്ക് വലിയ ചില കാര്യങ്ങൾ അവർക്ക് ലഭിക്കുമ്പോൾ അവർ വളരെ സന്തോഷമാണ് അവർക്ക്. Waiting for the lottery to fall on them. ലോട്ടറി അടിക്കാൻ അവരിങ്ങനെ കാത്തിരിക്കുക. You know, in Kerala today, other than alcoholism, lottery is the biggest business. ഇന്ന് കേരളയില് മദ്യപാനം കഴിയുമ്പം ലോട്ടറി ബിസിനസ്സാണ് ഏറ്റവും വലിയ പ്രശ്നം, ഏറ്റവും വലിയ ബിസിനസ് തന്നെ. That's another form of, you see, gambling, isn't it? Spending all our money. ഇത് ഒരു തരം ചൂത്തുകളി എന്ന് പറയാം. നമ്മളുടെ ഉള്ള പണമെല്ലാം നഷ്ടപ്പെടുത്തുന്ന ഒരവസ്ഥ. But look at that guy who got that prize. പക്ഷെങ്കിലൊന്ന് ആലോചിച്ച് നോക്കിക്കുക, ആ ലോട്ടറി അടിച്ച ആ വ്യക്തിയെ ഒന്ന് നോക്കിക്കേ. Are we really envying him? അവനെ നോക്കി നമ്മളിങ്ങനെ അസൂയപ്പെടുന്നുണ്ടോ? Is that our goal in life? നമ്മളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ഇത് തന്നെയാണോ? My dear friends, സുഹൃത്തുക്കളെ, I just don't know what else to say. ഇതിൽ കൂടുതൽ എന്ത് പറയണം എന്ന് എനിക്കറിയാൻ വയ്യ. Because only God can show you the riches of Christ Jesus. യേശു ക്രിസ്തുവിൻ്റെ ധനം, ഘനമായ ധനം ദൈവത്തിന് മാത്രമേ നമ്മൾക്ക് വെളിപ്പെടുത്തി തരാൻ സാധിക്കത്തുള്ളൂ. All that we can say from here is this. മുൻപിൽ നിന്നുകൊണ്ട് ഇത്രയുമേ പറയാൻ സാധിക്കത്തുള്ളൂ. Can you lose your life? നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് നഷ്ടപ്പെടുത്താൻ മനസ്സുണ്ടോ? Can you പറ്റുമോ? say, Lord, all that I have is yours? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ, ദൈവമേ എനിക്കുള്ളതെല്ലാം അങ്ങയുടേതാണ്. Yes, I know that you have given it to me, but it still belongs to you. എനിക്കറിയാം അങ്ങാണ് ഇതൊക്കെ എനിക്ക് തന്നത്, പക്ഷെങ്കിൽ ഞാൻ പറയുന്നു, ഞാൻ അംഗീകരിക്കുന്നു, ഇതെല്ലാം അങ്ങയുടേതാണ്. I will enjoy my family, I will enjoy my job, I will enjoy my car, but yes, it is all a gift from you. ഞാൻ എൻ്റെ കുടുംബത്തെ ഞാൻ ആസ്വദിക്കും, എൻ്റെ ജോലി ഞാൻ ആസ്വദിക്കും, എനിക്ക് തന്ന വണ്ടി ഞാൻ ആസ്വദിക്കും, പക്ഷെങ്കിൽ എനിക്കറിയാം ഇതെല്ലാം അങ്ങ് തന്ന ദാനമാണ്. And only you can give me real joy and peace, oh God. വാസ്തവമായി
തീർച്ചയായിട്ടുമുള്ള സന്തോഷവും സമാധാനവും അങ്ങേക്ക് മാത്രമേ Because I എനിക്ക് can തരാൻ lose സാധിക്കത്തുള്ളൂ. everything. I can lose everything I have today. എന്താന്ന് വെച്ചാൽ എനിക്ക് ഇന്നുള്ളതെല്ലാം എനിക്ക് നഷ്ടപ്പെടുത്താം, But I can't lose Jesus. പക്ഷെങ്കിൽ യേശുവിനെ എനിക്ക് നഷ്ടപ്പെടുത്താൻ Because I പറ്റത്തില്ല. know him. എന്താന്ന് വെച്ചാൽ എനിക്ക് അവനെ അറിയാം. Paul says, I know whom I have believed. പൗലോസ് പറയാം, ഞാൻ ആരെ വിശ്വസിച്ചു, അവനെ ഞാൻ അറിയുന്നു. He doesn't stop there. അവിടെ പറഞ്ഞ് പൗലോസ് He says, I want അവസാനിപ്പിക്കുന്നില്ല. to know him more. പക്ഷെ പൗലോസ് പറയുവാണ്, എനിക്ക് ഇനിയും അങ്ങേ And അറിയണം, more. ഇനിയും അറിയണം. And the world won't accept it because it is also suffering included inside that. ലോകം ഇത് അംഗീകരിക്കത്തില്ല, സ്വീകരിക്കത്തില്ല. എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത്, ഈ ദൈവത്തെ അറിയുന്നതിനകത്ത് കഷ്ടാനുഭവം കൂടി ചേർന്നിട്ടുണ്ട്. We don't like that, isn't it? നമുക്ക് ആർക്കും അത് ഇഷ്ടമല്ല, അല്ലേ? Because we like to hear about the anointed one. നമുക്ക് അഭിഷക്തനെ കുറിച്ച് മാത്രം കൂടുതൽ കേൾക്കാൻ മനസ്സുള്ളൂ. But we don't like to hear him suffer. പക്ഷെങ്കിൽ കഷ്ടം അനുഭവിക്കണം എന്നുള്ള കാര്യം കേൾക്കാൻ നമുക്ക് We don't want ഇഷ്ടമല്ല. to hear him helpless and അവൻ- people mocking and spitting at him. അവൻ നിസ്സഹായനായി കിടക്കുന്നത്, ആൾക്കാർ അവനെ പുച്ഛിക്കുന്നതും തുപ്പുന്നതും അതിനെക്കുറിച്ച് കേൾക്കാൻ നമുക്ക് മനസ്സില്ല. That's not our idea of Jesus. യേശുവിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ അങ്ങനെ ഉള്ള ആ ഒരു രീതിയിൽ നമ്മൾ That's not ചിന്തിക്കാറില്ല. our idea about the kingdom of God. ദൈവരാജ്യത്തെ കുറിച്ചും ചിന്തിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കാറില്ല. That's why Jesus Christ said, don't tell them they are not ready. അതുകൊണ്ടാണ് യേശു ക്രിസ്തു അവരോട് പറഞ്ഞത്, നിങ്ങൾ വേറെ ആരോടും പോയി പറയരുത്. എന്താണെന്ന് വെച്ചാൽ അവരതിനു വേണ്ടി തയ്യാറല്ല. Are you ready? നിങ്ങൾ ഒരുക്കമുള്ളവരാണോ, തയ്യാറാണോ? Am I ready? ഞാൻ ഒരുക്കമുള്ളവളാണോ? Are we ready? നമ്മൾ ഒരുക്കമുള്ളവരാണോ? Then we will receive more. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇനിയും പ്രാപിക്കും. Can we pray, please? നമുക്ക് പ്രാർത്ഥിക്കാം. Father, we call on your name this afternoon time. പിതാവേ, ഈ ഉച്ച സമയത്ത് ഞങ്ങൾ അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്നു. Yes, even now you are here among us. പിതാവേ, അങ്ങ് ഇപ്പോൾ ഞങ്ങളുടെ നടുവിൽ ഇവിടെ ഉണ്ട്. We don't see you, but we know you are walking among us. ഞങ്ങൾക്ക് ഞങ്ങളുടെ കണ്ണാൽ അങ്ങേ കാണാൻ പറ്റുന്നില്ല, പക്ഷെ ഞങ്ങൾക്കറിയാം അങ്ങ് ഞങ്ങളുടെ നടുവിൽ നടക്കുന്നു. And we know that you are wanting to offer, give us Jesus. ഞങ്ങൾക്കറിയാം പിതാവേ, അങ്ങ് യേശുവിനെ ഞങ്ങൾക്ക് കൂടുതൽ തരാനായിട്ട് ഞങ്ങളുടെ നടുവിൽ കൂടി അങ്ങ് നടക്കുന്നു. But our eyes are closed, oh God. ദൈവമേ, പക്ഷേ ഞങ്ങളുടെ കണ്ണ് അടഞ്ഞിരിക്കുകയാണ്. Our ears are shut, oh God. ഞങ്ങളുടെ കാതുകൾ അടഞ്ഞിരിക്കുകയാണ്. We do not see him who is risen. ഉയർത്തെഴുന്നേറ്റവനെ ഞങ്ങൾ കാണുന്നില്ല. And our cries are in vain. ഞങ്ങളുടെ കരച്ചില് വൃഥാണ് We കർത്താവേ. cry out to you and say, show us Jesus. ഞങ്ങൾ അങ്ങയോട് നിലവിളിച്ചു, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾ പറയുന്നു, യേശുവിനെ ഞങ്ങൾക്ക് കാണിച്ചു. But we don't realize that we are not prepared for it. പക്ഷേ ഞങ്ങൾ ആ വെളിപാട് പ്രാപിക്കാൻ, ആ കാഴ്ച കാണാൻ ഞങ്ങൾ ഒരുക്കമുള്ളവരല്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നില്ല. So it is in vain that we cry out, show us Jesus. അതുകൊണ്ട് ഞങ്ങൾ ഒരുങ്ങാത്തതും കൊണ്ട് ഞങ്ങളുടെ ഈ കരച്ചിൽ, യേശുവിനെ ഞങ്ങൾ കാണിച്ചു തരാനുള്ള കരച്ചിൽ വ്യർത്ഥമാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നു. Oh God in heaven, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, if only we could lose our lives more. ഞങ്ങളുടെ ജീവിതം ഞങ്ങൾ കൂടുതൽ നഷ്ടപ്പെടുത്താൻ ഞങ്ങൾക്കൊന്ന് പറ്റിയായിരുന്നെങ്കിൽ. If only we could say you are King and you are Lord of our lives. അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിന്റെ രാജാവും കർത്താവുമാണെന്ന് ഞങ്ങൾക്ക് വാസ്തവമായിട്ടൊന്ന് പറയാൻ The keys of പറ്റിയായിരുന്നെങ്കിൽ. my life belongs to you, O God. ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിന്റെ താക്കോല് അങ്ങയുടേതാണ്, അങ്ങയുടെ പക്ഷത്താണ് എന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റിയായിരുന്നെങ്കിൽ. Oh God, we are far away from it. കർത്താവ് ദൈവമേ, ഞങ്ങൾ ഈ അവസ്ഥയിൽ നിന്ന് ദൂരെ അകന്ന് ഒരവസ്ഥയിലാണ്. So we ask for mercy. ഞങ്ങൾ അങ്ങയോട് കരുണ ചോദിക്കുന്നു. If we can't do it now, can we go back to our homes and just say, Lord, നമുക്ക് here we are. This is our life. ഇവിടെ മാത്രമല്ല, നമുക്ക് ഭവനത്തിൽ ചെന്നിട്ടും നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവേ,
എൻ്റെ ജീവിതത്തിൻ്റെ താക്കോല് അങ്ങയുടെ കയ്യിലോട്ട് ഏൽപ്പിക്കുന്നു എന്ന്. Because you want to show us Jesus. എന്ന് വെച്ചാൽ പിതാവേ, അങ്ങ് ഞങ്ങൾക്ക് കൂടുതലായിട്ട് യേശുവിനെ കാണിച്ചു തരാൻ ആഗ്രഹിക്കുന്നല്ലോ. You want to show us the things that he has done. യേശു ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളെ അങ്ങ് ഞങ്ങൾക്ക് കാണിച്ചു തരാൻ ആഗ്രഹിക്കുന്നല്ലോ. You want to show us what we can do in Christ. യേശു ക്രിസ്തുവിൽ ഞങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് അങ്ങ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി കാണിക്കാൻ Exceeding ആഗ്രഹിക്കുന്നല്ലോ. power that works towards us who believe. വിശ്വസിക്കുന്ന ഞങ്ങളിൽ വ്യാപരിക്കുന്ന അങ്ങയുടെ അത്യന്ത ശക്തി. Oh God, help us to see these things. പിതാവേ, ഈ കാര്യങ്ങൾ കാണാൻ ഞങ്ങളുടെ കണ്ണ് തുറന്നു തരണമേ. Pour out your grace and your mercy over our lives. ഞങ്ങളുടെ ജീവിതത്തിന്റെ മേൽ അങ്ങയുടെ കരുണയും കൃപയും ഒഴിച്ചു തരണമേ. Build your church, O Lord Jesus. യേശു കർത്താവേ, അങ്ങയുടെ സഭയെ അങ്ങ് പണിതാട്ടെ. Make us strong. ഞങ്ങളെ ബലപ്പെടുത്തണമേ. Inside and outside. ഞങ്ങളുടെ ഉള്ളിലും ഞങ്ങളുടെ പുറമേയും ഞങ്ങളെ ബലപ്പെടുത്തണമേ. Give you all glory and praise. എല്ലാ മഹത്വവും എല്ലാ സ്തുതിയും അങ്ങേക്ക് തരുന്നു. Jesus' precious name we pray. യേശുവിന്റെ വിലയേറിയ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Amen. ആമേൻ. Amen.